പ്രീതികർത്ത സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ രണ്ടാം ലോക മഹായുദ്ധം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുവാനുള്ള കാരണവും രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ചുള്ള വസ്തുതകളും പഠിച്ചുറപ്പിച്ചു. ചുരുക്കി നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ സംഗ്രഹിക്കാം ഇങ്ങനെ. 1945 മെയ് മാസത്തോടുകൂടി, കൃത്യമായി പറഞ്ഞാൽ 1945 മെയ് 11 കൂടി യൂറോപ്പിൽ ചെക്കോസ്ലോവാക്യയെ മോചിപ്പിച്ചതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനം കീഴടങ്ങിയ രാജ്യം ജപ്പാനാണ്. അതുകൊണ്ട് തന്നെ 1945 മെയ് 11 ശേഷവും ഏഷ്യ വൻകരയിൽ രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ്. ഒടുവില് ജപ്പാനെ കരമാർഗം ആക്രമിക്കുവാൻ USSR തയ്യാറെടുത്തു. കരമാർഗം ജപ്പാനെ ആക്രമിച്ച് കീഴടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി USSRന്റെ അഥവാ റഷ്യയുടെ നേതൃത്വത്തിൽ കരസേന ജപ്പാനിലേക്ക് മുന്നേറുന്നു. ഈ അവസരത്തിൽ അമേരിക്ക അമേരിക്കയെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കൊണ്ടുവന്നത് ആരായിരുന്നു? ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണമായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ ജപ്പാനോട് കൂടുതൽ ദേഷ്യമുള്ള ആർക്കാണ്? അമേരിക്കയ്ക്കാണ്. അമേരിക്ക ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ജപ്പാനിൽ അണുബോംബ് വർഷിച്ചു. രണ്ട് അണുബോംബാണ് ജപ്പാനിൽ വർഷിച്ചത്. ഒന്ന് നാഗസാക്കിയിലും രണ്ട് ഹിരോഷിമയിലും. ഹിരോഷിമയിലെ അണുബോംബ് വർഷിച്ചത് 1945 ഓഗസ്റ്റ് മാസം 6 തീയതി. അണുബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് എന്നായിരുന്നു. യുറേനിയം അണുബോംബാണ് വർഷിച്ചത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 6 നമ്മൾ എന്തായി കണക്കാക്കുന്നു? ഹിരോഷിമ ദിനം എന്ന് കണക്കാക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോ ഹിരോഷിമയിൽ 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്നാണ് അണുബോംബിന്റെ പേര്. അത് യുറേനിയം അണുബോംബായിരുന്നു. രണ്ട് 1945 ഓഗസ്റ്റ് 9 നാഗാസാക്കിയിൽ അണുബോംബ് വർഷിച്ചു. വിശേഷണം ഫാറ്റ്മാൻ എന്നായിരുന്നു. പ്ലൂട്ടോണിയം അണുബോംബാണ് വർഷിക്കുക. മാറിപ്പോവരുത്, കൃത്യമായി തന്നെ പഠിച്ചുറപ്പിക്കണം. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചു. അതിന്റെ പേര് ലിറ്റിൽ ബോയ്. യുറേനിയം ബോംബായിരുന്നു. 1945 ഓഗസ്റ്റ് 9 നാഗാസാക്കിയിൽ അണുബോംബ് വർഷിച്ചു. അതിന്റെ പേരെന്താ? ഫാറ്റ്മാൻ എന്നായിരുന്നു. അത് പ്ലൂട്ടോണിയം ബോംബാണ്. ഹിരോഷിമയിലും നാഗാസാക്കിയിലും ആണവ ദുരന്തം പേർ ജീവിക്കുന്ന മനുഷ്യര് ഇന്നും കാണപ്പെടുന്നുണ്ട്. അവരെ വിശേഷിപ്പിക്കുന്നത് ഹിബാക്കുഷകൾ എന്നാണ് കേട്ടോ. അപ്പോ ഹിരോഷിമയിലും നാഗാസാക്കിയിലും ആണവ ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യർ അറിയപ്പെടുന്നത് ഹിബാക്കുഷകൾ എന്നാണ്. മറക്കില്ലല്ലോ. 1945 ഓഗസ്റ്റ് മാസം 14 തീയതി ജപ്പാൻ കീഴടങ്ങാൻ സന്നദ്ധ അറിയിക്കുകയാണ്. ഈ രണ്ട് നഗരങ്ങളിലെ അണുബോംബ് വർഷിച്ചെങ്കിലും ഈ അണുബോംബ് കാരണമുള്ള വിനാശം അതിനേക്കാൾ ഭയാനകമായിരുന്നു. അങ്ങനെ 1945 ഓഗസ്റ്റ് 14 ജപ്പാൻ കീഴടങ്ങാൻ സന്നദ്ധത അറിയിച്ചു. ഔദ്യോഗികമായി ജപ്പാൻ കീഴടങ്ങിയത് 1945 സെപ്റ്റംബർ മാസം 2 തീയതി. അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് 1945 സെപ്റ്റംബർ 2 എന്ന് നമ്മൾ പറയും. എന്നാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത്? യെസ്, ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് മുതൽ. കൃത്യമായി പറഞ്ഞാൽ 1939 സെപ്റ്റംബർ മാസം 3 തീയതി. ശരിയാണ്. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ദിവസം 1939 സെപ്റ്റംബർ 3 ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതായി കണക്കാക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചതായി കണക്കാക്കുന്നത് 1945 സെപ്റ്റംബർ മാസം 2 തീയതി. കൃത്യമായി പറഞ്ഞാൽ 6 വർഷക്കാലം നീണ്ടുനിന്നു. നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധം ഏകദേശം 4 വർഷത്തോളമാണ് നീണ്ടുനിന്നത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധമോ 6 വർഷക്കാലം നീണ്ടുനിന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തായിരുന്നു. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ. യെസ്. യുദ്ധകാലഘട്ടത്തെ ഭരണാധികാരികളെ നമുക്ക് പരിശോധിക്കാം. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന വേളയില് ഏകദേശം 45 ആദ്യം വരേക്കും ആരായിരുന്നു? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു. യുദ്ധം അവസാനിക്കുമ്പോൾ, അതായത് ജപ്പാനെ കീഴടക്കുമ്പോൾ ജപ്പാനിൽ അണുബോംബ് വർഷിക്കാൻ ഉത്തരവിട്ടത് ആരാന്ന് ചോദിച്ചാൽ അക്കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഹാരി എസ് ട്രൂമാൻ. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്ത് രണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാരുണ്ടായിരുന്നു. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും പിന്നെ ഹാരി എസ് ട്രൂമാനും. ഹാരി എസ് ട്രൂമാനാണ് ജപ്പാനിൽ അണുബോംബ് വർഷിക്കാൻ നിർദ്ദേശം നൽകുന്നത്. USSRന്റെ പ്രസിഡന്റ് സ്റ്റാലിൻ ആയിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. ജപ്പാന്റെ പ്രധാനമന്ത്രി ടോജോയി. ബ്രിട്ടനിലും അധികാര കൈമാറ്റം ഉണ്ടാകുന്നു. വിൻസ്റ്റൺ ചർച്ചിലിന് ശേഷം അധികാരത്തിൽ വന്നത്
ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഭരണാധികാരികളെ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാനിത് തന്നത്. കാണാതെ പഠിക്കാനല്ല. അല്ല, ഹാരിയസ് ട്രൂമാന്റെ കാര്യം നിങ്ങൾ പറയണം. ഹാരിയസ് ട്രൂമാന്റെ പ്രത്യേകത എന്താ? ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കാൻ നിർദ്ദേശം നൽകിയത്, ജപ്പാനിൽ അണുബോംബ് വർഷിക്കാൻ നിർദ്ദേശം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഹാരിയസ് ട്രൂമാൻ ആണ്. ഇനി വിൻസ്റ്റൺ ചർച്ചിലിന് ശേഷം ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നത് ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി ആണ്. ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിലാണ് ബ്രിട്ടന്റെ കോളനികൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിലായിരുന്നു ബ്രിട്ടീഷ് അപകോളനീകരണം നടത്തുക. അപകോളനീകരണം എന്ന് പറയുമ്പോൾ കോളനികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നർത്ഥം. ഓക്കെ. അപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിലാണ് ബ്രിട്ടീഷ് അപകോളനീകരണത്തിന് അപകോളനീകരണത്തിന് തുടക്കം കുറിക്കുക. അപകോളനീകരണം. അപകോളനീകരണത്തിന് നിർദ്ദേശം നൽകിയത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആരൊക്കെയാണ്? അമേരിക്കയും USSRുമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെയും USSRന്റെയും നിർദ്ദേശപ്രകാരമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അപകോളനീകരണത്തിന് തുടക്കം കുറിക്കുക. അതിന്റെ ഭാഗമായി ലോകത്ത് ഏറ്റവും കൂടുതൽ കോളനികൾ ഉണ്ടായിരുന്ന ബ്രിട്ടനും അപകോളനീകരണത്തിന് തുടക്കം കുറിക്കുന്നു. ആരുടെ നേതൃത്വത്തിൽ? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ. ക്ലിയർ? ഇനി അടുത്ത് പറയുന്നു, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പശ്ചിമ ജർമ്മനിയെയും പൂർവ്വ ജർമ്മനിയെയും വേർതിരിച്ചിരുന്ന മതിലാണ് ബെർലിൻ മതിൽ. ബെർലിൻ മതിൽ പണികഴിപ്പിച്ചത് 1961 ഏത് ഉടമ്പടി പ്രകാരം? യാൾട്ട ഉടമ്പടി പ്രകാരം. ഒടുവിൽ ബെർലിൻ മതിൽ പൊളിച്ചു നീക്കിയത് 1989. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പൈതൃക നഗരമായി കണക്കാക്കുന്നത് അമേരിക്കയിലെ വിൽമിംഗ്ടൺ ആണ്. അമേരിക്കയിലെ വിൽമിംഗ്ടൺ ആണ്. ഓർമ്മിച്ചേക്കാമോ? രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പൈതൃക നഗരമായി കണക്കാക്കുന്നത് അമേരിക്കയിലെ വിൽമിംഗ്ടൺ. അപ്പൊ 3 പോയിന്റ് മറക്കരുത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയെ വേർതിരിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ തീവ്ര വംശീയ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജർമ്മനി വീണ്ടും ഉയർന്നു വന്നത്. വീണ്ടും ജർമ്മനി തീവ്ര വംശീയതയ്ക്ക് ചിലപ്പോൾ കീഴ്പ്പെട്ടെന്ന് വരാം. അത് വീണ്ടും ഒരു ലോകമഹായുദ്ധത്തിലേക്ക്, സാമ്രാജ്യത്വത്തിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് ജർമ്മനിയെ നിരായുധീകരിക്കുക മാത്രം പോരാ, മറിച്ച് ജർമ്മനിയെ ഏകീകരിക്കുന്നത്, വംശീയമായി ഏകീകരിക്കുന്നത് തടയണമെന്നൊരു കാഴ്ചപ്പാട്. അങ്ങനെയാണ് ജർമ്മനിയെ രണ്ടായി വേർതിരിക്കുക. ജർമ്മനിയിലെ പ്രധാന നഗരമായ ബെർലിനിൽ ജർമ്മനിയെ 2 രാജ്യമായി വേർതിരിച്ചുകൊണ്ട് അതിർത്തിയായി ഒരു മതിൽ പണികഴിപ്പിച്ചു. എന്നായി മതിൽ പണികഴിപ്പിക്കുന്നത്? 1961. ജർമ്മനിയെ രണ്ടായി വേർതിരിക്കാൻ കാരണമായ ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ യാൾട്ടായ ഉടമ്പടി. ബെർലിൻ മതിൽ പൊളിച്ചു നീക്കിയതെന്ന് ചോദിച്ചാൽ 1989. ക്ലിയർ ആണേ? രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പൈതൃക നഗരമായി കണക്കാക്കുന്നത് അമേരിക്കയിലെ വിൽമിംഗ്ടണുമാണ്. യുദ്ധവും കലാസൃഷ്ടികളും. രണ്ടാം ലോക മഹായുദ്ധം പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള പ്രധാന കലാസൃഷ്ടികളാണ് നമ്മൾ പരിശോധിക്കുക. ദ ഗ്രേറ്റ് ഡിറ്റക്ടർ എന്ന സിനിമ ആരുടേതായിരുന്നു? ചാർലി ചാപ്ലിന്റേത്. ദ ഗ്രേറ്റ് ഡിറ്റക്ടർ എന്ന സിനിമ ചാർലി ചാപ്ലിന്റേതാണ്. അതിൽ ചാർലി ചാപ്ലിൻ പരമാവധി നമ്മുടെ നാസിസത്തെയും ഫാസിസത്തെയും വിമർശിക്കാവുന്ന രീതിയിലാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ചാർലി ചാപ്ലിന്റെ രണ്ടാം ലോക മഹായുദ്ധം പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള പ്രശസ്ത സിനിമയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ദ ഗ്രേറ്റ് ഡിറ്റക്ടർ എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. അടുത്ത് പറയുന്നു, ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡേവിഡ് ലീൻ ആണ്. ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡേവിഡ് ലീൻ. ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് സ്റ്റീവൻ സ്പീൽബർഗ് ആണ്. ഷിൻഡേഴ്സ് ലിസ്റ്റ് അത് പ്രധാനമായും ജൂതപീഡനമാണ് പരാമർശിക്കുക. എങ്കിലും ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് സ്റ്റീവൻ സ്പീൽബർഗ്. ഗുർണിക്ക എന്ന ചിത്രം വരയ്ക്കുന്നത് പിക്കാസോ. സ്പെയിനിലെ ഗുർണിക്ക നഗരമാണ് അല്ലെ? നമ്മൾ പറഞ്ഞിരുന്നു. യെസ്, സ്പാനിഷ് ആഭ്യന്തരയുദ്ധ കാലഘട്ടത്താണ് ഈ ഗുർണിക്ക എന്ന നഗരം തകർക്കപ്പെടുക. അത് പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് പിക്കാസോ ചിത്രം വരയ്ക്കുന്നത്. മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്ന നോവൽ രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് ഹെമിംഗ്വേ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? യുദ്ധവും കലാസൃഷ്ടികളും. രണ്ടാം ലോക മഹായുദ്ധം പശ്ചാത്തലമാക്കിക്കൊണ്ട് നിർമ്മിച്ച പ്രധാന കലാസൃഷ്ടികൾ. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ചാർലി ചാപ്ലിൻ. ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡേവിഡ് ലീൻ.
ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് സ്റ്റീവൻ സ്പീൽബർഗ് ആണ്. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് പിക്കാസോ. സ്പാനിഷ് നഗരമാണ് ഗൂർണിക്ക. തകർക്കപ്പെട്ട ഗൂർണിക്ക. മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്ന നോവൽ രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് ഹെമിംഗ്വേ. സെറ്റാണേ. ഇനി അടുത്ത് പറയുന്നു യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ. യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു. ഒന്നാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നതുപോലെ തന്നെ ഇവിടെയും യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു. അമേരിക്കയും റഷ്യയും ലോകത്തെ പ്രധാന ശക്തികളായി മാറി. അങ്ങനെ രണ്ട് ധ്രുവങ്ങൾ രൂപം കൊണ്ടു. ഇരു ധ്രുവ ലോകം രൂപം കൊണ്ടു എന്ന് നമ്മൾ പറയുക. അമേരിക്കയുടെയും റഷ്യയുടെയും ഉയർച്ചയും കൂടാതെ അതിന്റെ ഭാഗമായി ഉണ്ടായ ശീതസമരവും ആരംഭിച്ചു. അമേരിക്കയും റഷ്യയും രണ്ട് ചേരികളായി നിലകൊണ്ടപ്പോൾ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന മുതലാളിത്ത ശക്തികൾ അമേരിക്കയുടെ ചേരിയിലും റഷ്യയെ പിന്തുണയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ റഷ്യയുടെ ചേരിലും ഒരുമിച്ച് കൂടി. അങ്ങനെ ലോകത്തെ രാജ്യങ്ങൾ രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. അതിന്റെ ഭാഗമായി മുതലാളിത്ത രാജ്യങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെയും കിടമത്സരവും വ്യാപാര ഉപരോധങ്ങളും രംഗത്ത് വന്നപ്പോൾ അത് ശീതസമരമായിട്ട് മാറി. പ്രത്യക്ഷത്തിൽ ഇവർ യുദ്ധം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല. പരോക്ഷമായി ഉടമ്പടികളിലൂടെയും മറ്റ് വിമർശനങ്ങളിലൂടെയും ഒക്കെ എന്ത് ചെയ്തു? ഇവര് യുദ്ധത്തിന് സമാനമായ പ്രവൃത്തി തന്നെയാണ് ചെയ്തിരുന്നത്. സാമ്പത്തിക ഉപരോധം നടത്തുക, സൈനിക ഉപരോധം നടത്തുക, വ്യാപാര തീരുവ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശീതസമരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ശീതസമരം നമുക്ക് പ്രത്യേകിച്ച് വിശദമായി തന്നെ പഠിക്കാനുണ്ട്. നമ്മൾ ഐക്യരാഷ്ട്രസഭയൊക്കെ പഠിച്ചതിന് ശേഷം ശീതസമരത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം ഉണ്ടായത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫലമായി നമ്മൾ കണക്കാക്കും. അപകോളനീകരണ നടപടികൾ. നമ്മൾ പറഞ്ഞു രണ്ടാം ലോക മഹായുദ്ധാനന്തരം പ്രധാന ശക്തികളായി മാറിയത് അമേരിക്കയും റഷ്യയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും റഷ്യയുടെയും നിർദ്ദേശപ്രകാരം യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളാക്കിയിരുന്ന ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്കെല്ലാം തന്നെ സ്വാതന്ത്ര്യം കൊടുക്കണം അഥവാ അപകോളനീകരണത്തിന് തുടക്കം കുറിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ ഭാഗമായി യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അത് ചെയ്യുകയും ചെയ്തു. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികൾ പലതും സ്വതന്ത്രമായി. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികളിൽ സ്വാതന്ത്ര്യ സമരം ശക്തമായത് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും കോളനികൾ സ്വതന്ത്രമായത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ. ഓർമ്മിച്ചേക്കണേ, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെ? യൂറോപ്പിന് സമ്പദ് വ്യവസ്ഥ തകർന്നു. അമേരിക്കയും റഷ്യയുടെയും ഉയർച്ചയും ശീതസമരവും ഉണ്ടായി. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരണം ഉണ്ടായി. അപകോളനീകരണ നടപടികൾ വേഗത്തിലായി. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പല കോളനികളും എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം നേടി. നമുക്കറിയാം സിയോണിസ്റ്റ് പ്രസ്ഥാനം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൊല്ലപ്പെട്ടത് USSRലാണ് അല്ലെ? എന്നാൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ജനത എന്നാണ് ചോദ്യമെങ്കിൽ അതിന്റെ ഉത്തരം ജൂതന്മാരാണ്. ജൂതന്മാരാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത്. എന്നാൽ ജൂതന്മാർക്ക് ഔദ്യോഗികമായി ജൂതമതം സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യമില്ല. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ളത് അമേരിക്കയിലാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷേ ജൂതന്മാരുടേതായ ഒരു ആത്മീയ രാജ്യം ലോകത്ത് ഒന്നുമില്ലായിരുന്നു. ജൂതന്മാർ എന്ന് വിളിക്കപ്പെട്ട അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്ന് വിളിക്കപ്പെട്ടവരുടെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് പ്രാചീന ഇസ്രയേൽ ആയിരുന്നു. പ്രാചീന ഇസ്രയേൽ എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നീട് അറേബ്യൻ അധിനിവേശമുണ്ടായി. അറേബ്യൻ അധിനിവേശം ഉണ്ടായതിനു ശേഷം അറബ് വംശജർ അഥവാ പേർഷ്യൻ വംശജർ എന്ത് ചെയ്തു? അവിടെ വാസമുറപ്പിച്ചു. പേർഷ്യൻ വംശജർ വാസമുറപ്പിച്ച പ്രാചീന ഇസ്രയേൽ എന്ന് പറയുന്ന ഭൂപ്രദേശമാണ് പിന്നീട് പാലസ്തീൻ എന്നറിയപ്പെടുക. അപ്പൊ ജൂതന്മാർക്ക് ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന ആശയം ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു എന്ന് നമുക്ക് പറയാം. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ആ ഒരു ആശയം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും പ്രചരിക്കപ്പെടുകയും ചെയ്തു. അതിന്റെ ഭാഗമായി രൂപം കൊണ്ട ഒരു ആശയ പ്രചരണമായിരുന്നു സിയോണിസ്റ്റ് പ്രസ്ഥാനം. സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്താണ്? ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക. അതായത് ജൂതന്മാർക്ക് വേണ്ടി മാത്രമായി ഒരു രാജ്യം സ്ഥാപിക്കുക. ഇതിനെ ആരൊക്കെ പിന്തുണച്ചിരുന്നു? പ്രബല ബ്രിട്ടീഷ് രാജ്യങ്ങളായ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടന്, ഫ്രാൻസ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഡെൻമാർക്ക്, അമേരിക്ക തുടങ്ങി
യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെ പിന്തുണച്ചിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ പ്രചരിക്കപ്പെട്ട ആശയമായിരുന്നു സിയോണിസ്റ്റ് പ്രസ്ഥാനം. 19-ാം നൂറ്റാണ്ടിൽ തുടക്കം കുറിക്കപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിലും വ്യാപിച്ചു. ആധുനിക സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് സാഹിത്യകാരനായ തിയോഡർ ഹെർഷൽ ആണ്. നമ്മൾ തിയോഡർ ഹെർഷൽ എന്നും പറയും, തിയോഡർ ഹെർഷൽ എന്നും പറയും കേട്ടോ. ഷ അല്ലെങ്കിൽ സ രണ്ടും ഉപയോഗിക്കാം. തിയോഡർ ഹെർഷൽ അഥവാ തിയോഡർ ഹെർഷൽ സാഹിത്യകാരനാണ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിലാണ് ഈ ജൂതന്മാർക്ക് ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം എന്ന നിർദ്ദേശം ആദ്യമായി ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ പ്രസിദ്ധമായ പുസ്തകമാണ് ദ ജൂയിഷ് സ്റ്റേറ്റ്. ദ ജൂയിഷ് സ്റ്റേറ്റ്. ജൂതന്മാർ അഥവാ യഹൂദന്മാര് ആംഗ്ലേയത്തിൽ നമ്മൾ വിളിക്കുന്ന ജൂയിസ് എന്നാണ്. ഓക്കെ. ദ ജൂയിഷ് സ്റ്റേറ്റ് 1896 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, മറക്കില്ലല്ലോ. അപ്പൊ സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്താണ്? ജൂതന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക രാജ്യം സ്ഥാപിക്കുക. 19-ാം നൂറ്റാണ്ടിൽ പ്രചരിക്കപ്പെട്ട ആശയമായിരുന്നു. ആധുനിക സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അഥവാ സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് തിയോഡർ ഹെർഷൽ. അതിന്റെ പ്രശസ്തമായ പുസ്തകമായിരുന്നു ദ ജൂയിഷ് സ്റ്റേറ്റ്. 1896 പ്രസിദ്ധീകരിച്ചു. തുർക്കി സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന പാലസ്തീൻ ഭൂപ്രദേശം ഒന്നാം ലോക മഹായുദ്ധാനന്തരം ബ്രിട്ടൻ ഏറ്റെടുത്തു. തുർക്കിയുടെ സാമ്രാജ്യത്വത്തിന് കീഴിലായിരുന്നു അറേബ്യൻ വംശം ജീവിച്ചിരുന്ന പാലസ്തീൻ ഭൂപ്രദേശം ഒന്നാം ലോക മഹായുദ്ധാനന്തരം ആരേറ്റെടുത്തു? ബ്രിട്ടൻ ഏറ്റെടുത്തു. പാലസ്തീൻ ഭൂപ്രദേശത്ത് ജൂതരാഷ്ട്രം രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ആർതർ ബാൽഫർ ആണ്. 1917. ഇദ്ദേഹം ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥനാണ് കേട്ടോ. പാലസ്തീൻ ഭൂപ്രദേശം തുർക്കിയിൽ നിന്ന് ആര് ഏറ്റെടുത്തു? ബ്രിട്ടൻ ഏറ്റെടുത്തു. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനായ ആർതർ ബാൽഫർ പ്രഖ്യാപിച്ചു, എന്താണ് ജൂതന്മാർക്ക് വേണ്ടി പ്രത്യേക ഒരു രാഷ്ട്രം സ്ഥാപിക്കും. എവിടെ? പാലസ്തീൻ ഭൂപ്രദേശത്ത്. 1917 ഈ പ്രഖ്യാപനം ഉണ്ടായത്. തുടർന്ന് പാലസ്തീനിലെ അറബ് വംശജരെ ന്യൂനപക്ഷമാക്കിക്കൊണ്ട് 1948 ജൂതരാഷ്ട്രമായി ഇസ്രയേൽ സ്ഥാപിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക മതം ജൂതമതമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്. ആ രാജ്യത്ത് ജൂത സമുദായ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരില്ല. ഓക്കെ. അപ്പോ പാലസ്തീനിലെ അറബ് വംശജരെ ന്യൂനപക്ഷമാക്കിക്കൊണ്ട് 1948 ജൂതരാഷ്ട്രമായി ഇസ്രയേൽ സ്ഥാപിച്ചു. അപ്പോ അതുവരെ സ്ഥിരതാമസക്കാരായ അറബ് വംശജർ അന്ന് മുതൽ അഭയാർത്ഥികൾക്ക് സമാനമായി മാറി. അപ്പൊ സ്വാഭാവികമായിട്ടും പാലസ്തീനിലെ അറബ് വംശജർ അവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടില്ലേ? അതെ, തീർച്ചയായും പോരാടും. അതാണ് പാലസ്തീൻ വിമോചനം എന്ന ലക്ഷ്യത്തിലേക്ക് ജനങ്ങളെ എത്തിച്ചേർത്തത്. അപ്പൊ ചരിത്രപരമായി ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് ജൂതന്മാരുടെ കേന്ദ്രമായ ഇസ്രയേൽ ആയിരുന്നു. അവിടെ അറേബ്യൻ അധിനിവേശത്തിന്റെ ഭാഗമായി ജൂതന്മാർ അവിടെ നിന്ന് അട്ടിയോറ്റി ഓടിക്കപ്പെട്ടു. പിന്നീട് ഇന്നത്തെ പ്രാചീന ഇസ്രയേൽ, അതായത് ഇന്നത്തെ പാലസ്തീൻ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്ത് അറബ് വംശജർ താമസിച്ചു. ആ അറബ് വംശജരെ ന്യൂനപക്ഷമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ട് ജൂതന്മാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ജൂതരാഷ്ട്രം അഥവാ ഇസ്രയേൽ സ്ഥാപിച്ചത് ഏത് വർഷം? 1948. അതിന് നേതൃത്വം നൽകിയത് ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഉൾപ്പെടെയുള്ള ലോകത്തെ പ്രബല രാജ്യങ്ങളും. ഓക്കെ. അങ്ങനെ ഇതിനെതിരെയാണ് പാലസ്തീൻ വിമോചന സംഘടന രൂപീകരിക്കപ്പെടുക. പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് യാസർ അറഫത്ത്. 1964 മെയ് മാസം 28-ാം തീയതിയായിരുന്നു പാലസ്തീൻ വിമോചന സംഘടന തുടക്കം കുറിക്കുക. ലക്ഷ്യം ഇസ്രയേലിന്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളായി മാറിയ പാലസ്തീൻകാർക്ക് സ്വന്തമായ ഒരു രാജ്യം സൃഷ്ടിക്കുക. ഈ ഒരു ആവശ്യം നിരന്തരമായി ഇപ്പോഴും സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. പക്ഷേ യാഥാർത്ഥ്യമായിട്ടില്ല എന്നത് ഇപ്പോഴും ഒരു ദുഃഖകരമായ വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ പാലസ്തീൻ ഇന്നും ഒരു സ്വതന്ത്ര രാജ്യമായി കണക്കാക്കപ്പെടുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷക പദവിയുള്ള രാജ്യമാണ് പാലസ്തീൻ. പൂർണ്ണ അംഗത്വം ഇതുവരെ പാലസ്തീന് ലഭിച്ചിട്ടില്ല. 1991 മാഡ്രിഡ് ഉച്ചകോടിയില് ഇസ്രയേലുമായി സമാധാന ചർച്ചകൾക്ക് ആര് തുടക്കം കുറിച്ചു? പാലസ്തീൻ വിമോചന സംഘടന തുടക്കം കുറിച്ചു. അതുവരെ ഇവരെപ്പോഴും ശത്രുത മനോഭാവത്തോടു കൂടിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന നടപടിയായിരുന്നു. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല കേട്ടോ. 1993 നോർവേ എന്ന രാജ്യത്ത് വെച്ച് നടന്ന ഓസ്ലോ ഉടമ്പടിയില് പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി ആരംഗീകരിച്ചു? ഇസ്രയേൽ അംഗീകരിച്ചു.
ഇസ്രായേൽ അംഗീകരിച്ചു. പക്ഷെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്രായേലുമാകട്ടെ, പാലസ്തീൻ വിമോചന സേനയായിക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും അധിനിവേശനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അത് വീണ്ടും യുദ്ധസമാനമായ കാര്യങ്ങളിലേക്ക് നീണ്ടു. പലപ്പോഴും യുദ്ധങ്ങൾക്കും ആക്രമണങ്ങൾക്കും കാരണമായിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ പറയാറുണ്ട്, പശ്ചിമ ഏഷ്യ ഇപ്പോഴും അസ്വസ്ഥതയിലാണ്. ഏഷ്യ വൻകരയിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇസ്രായേലും പാലസ്തീനും ഉൾപ്പെടുന്ന ഭൂപ്രദേശം. ഓക്കെ. അപ്പോൾ ഓർമ്മിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതാണ് ഈ 2 പ്രസ്ഥാനങ്ങൾ. സിയോണിസ്റ്റ് പ്രസ്ഥാനം ലക്ഷ്യം ജൂതന്മാർക്ക് വേണ്ടി ഒരു രാജ്യം സ്ഥാപിക്കുക. 19-ാം നൂറ്റാണ്ടിൽ പ്രചരിക്കപ്പെട്ട ആശയമായിരുന്നു ആധുനിക സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അഥവാ സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് തിയോഡ് ഹെർഷലാണ്. സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് ജൂതന്മാർക്ക് വേണ്ടി പ്രത്യേക ഒരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുക. 1896 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. പ്രാചീന കാലഘട്ടത്ത് ഇസ്രായേൽ ഉണ്ടായിരുന്നു. അവിടെ ജൂതന്മാരാണ് ഉണ്ടായിരുന്നത്. ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ മോചിക്കപ്പെടുകയും ഇന്നത്തെ ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായി അവര് ഇസ്രായേൽ എന്ന രാജ്യത്തെത്തി സ്വതന്ത്രമായി കഴിയുകയും ചെയ്തു. പിൽക്കാലത്ത് പേർഷ്യൻ ആക്രമണത്തിന്റെ ഫലമായി ആ ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് നിന്ന് യഹൂദന്മാർ ആട്ടി ഓടിക്കപ്പെട്ടു. തുടർന്ന് അവിടെ അറബ് വംശജര് അഥവാ പേർഷ്യൻ വംശജർ സ്ഥിരതാമസമാക്കി. അതുകൊണ്ട് തന്നെ അത് തുർക്കി സാമ്രാജ്യത്തിന്റെ കീഴിലുമായിരുന്നു. കാരണം തുർക്കിയിലെ ഖലീഫയായിരുന്നു പിൽക്കാലത്ത് എന്ത് അറബ് വംശജരുടെ അഥവാ ഇസ്ലാം മത വിശ്വാസികളുടെ ആത്മീയ ഗുരു എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തില് എന്ത് ചെയ്തു? ഈ തുർക്കി സാമ്രാജ്യത്തിന് കീഴിലായിരുന്ന പാലസ്തീൻ ഭൂപ്രദേശം ഒന്നാം ലോക മഹായുദ്ധാനന്തരം ആരേറ്റെടുത്തു? ബ്രിട്ടൻ ഏറ്റെടുത്തു. പാലസ്തീൻ ഭൂപ്രദേശത്ത് ജൂതരാഷ്ട്രം രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനായിരുന്ന ആർതർ ബാൽഫർ ആണ് 1917. ഇതിനെ ബാൽഫർ പദ്ധതി എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ബാൽഫർ പദ്ധതി എന്ന് വിളിക്കാറുണ്ട്. പാലസ്തീനിലെ അറബ് വംശജരെ ന്യൂനപക്ഷമാക്കിക്കൊണ്ട് അഥവാ പാലസ്തീനിൽ സ്ഥിരതാമസക്കാരായിരുന്ന അറബ് വംശജരെ അവിടുന്ന് മാറ്റി 1948 ജൂതന്മാർക്ക് വേണ്ടിയിട്ട് ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം സ്ഥാപിക്കുകയാണ്. ഓക്കെ. പാലസ്തീൻ വിമോചന സംഘടന. പാലസ്തീനില് ജീവിച്ചിരുന്ന യഥാർത്ഥ അതല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം വരെ ജീവിച്ചിരുന്ന പിൽക്കാലത്ത് ഏകദേശം 1948 വരെ ജീവിച്ചിരുന്ന പാലസ്തീൻ ഭൂപ്രദേശത്ത് ജീവിച്ചിരുന്ന അറബ് വംശജര് ഇസ്രായേലിന്റെ രൂപീകരണത്തോടുകൂടി എന്തായിട്ട് മാറി? അഭയാർത്ഥികളായിട്ട് മാറി. അവർക്ക് വേണ്ടി ഒരു സ്വതന്ത്ര രാജ്യം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രൂപീകരിക്കപ്പെട്ട സംഘടനയായിരുന്നു പാലസ്തീൻ വിമോചന സംഘടന. പാലസ്തീൻ വിമോചന സംഘടന സ്ഥാപകൻ യാസർ അറാഫത്താണ്. അദ്ദേഹത്തിന്റെ മരണം വരേക്കും അതിന്റെ നേതൃസ്ഥാനത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. രൂപീകരിച്ചത് 1964 മെയ് മാസം 28-ാം തീയതി. ലക്ഷ്യം ഇസ്രായേലിന്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളായി മാറിയ പാലസ്തീൻകാർക്ക് സ്വന്തമായി ഒരു രാജ്യം സൃഷ്ടിക്കുക. 1991 മാഡ്രിഡ് ഉച്ചകോടിയിൽ അതുവരെ തർക്കത്തിലായിരുന്ന പരസ്പരം ഏറ്റുമുട്ടിയിരുന്ന പാലസ്തീനും ഇസ്രായേലുമായി പാലസ്തീൻ സമാധാന ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. ഒടുവിൽ 1993 നോർവേയിലെ ഓസ്ലോയിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി ഇസ്രായേൽ അംഗീകരിച്ചു. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ, യഹൂദന്മാരുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, യഹൂദന്മാർ അഥവാ ജൂതന്മാരുള്ളത്. എന്നാൽ യഹൂദമതം ഔദ്യോഗിക മതമായി സ്വീകരിച്ചിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ഇസ്രായേലിൽ ആര് മാത്രമേ ഉള്ളൂ? ജൂതമത വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? വ്യത്യാസം ക്ലിയർ ആയിട്ട് പഠിക്കണേ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനോടൊപ്പമായിരിക്കും എപ്പോഴും അമേരിക്ക നിലകൊള്ളുക. ഇപ്പോഴും അപ്പോൾ തീവ്ര വംശീയ നിലപാടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇസ്രായേലിന്റെ രൂപീകരണത്തോടുകൂടി അഭയാർത്ഥികളായ അറബ് വംശജരെ സംരക്ഷിക്കുവാനായിട്ട് അറബ് രാഷ്ട്രങ്ങളും തയ്യാറായി. അതുകൊണ്ട് തന്നെ ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ പലപ്പോഴും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലതും യുദ്ധത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ഇപ്പോഴും ലോകം സമാധാനത്തിലാണോ എന്ന് ചോദിച്ചാൽ നമുക്കല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പല പ്രദേശങ്ങളിലും സാമുദായിക ധ്രുവീകരണത്തിന്റെ ഫലമായി തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങൾ ഇന്നും നിലകൊള്ളുന്നു. അത് എപ്പോൾ വേണമെങ്കിലും ഒരു തീപ്പൊരിയായി അല്ലെങ്കിൽ വലിയൊരു പ്രകമ്പനമായി ആളിക്കത്താം. എങ്കിലും സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അല്ലെ? അപ്പോ രണ്ടാം ലോക മഹായുദ്ധാനന്തരം സംഭവിച്ച കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? യെസ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനം തോൽവി സംബന്ധിച്ച രാജ്യമാണ് ജപ്പാൻ.
യൂറോപ്പിൽ 1945 മെയ് മാസം 11-ാം തീയതി യുദ്ധം അവസാനിച്ചുവെങ്കിലും തുടരുകയും ചെയ്തു. എവിടെ? ഏഷ്യ വൻകരയിൽ. ആരുടെ നേതൃത്വത്തിൽ? ജപ്പാന്റെ. ജപ്പാനെ കരമാർഗം കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി യുഎസ്എസ്ആർ സൈനിക നീക്കം നടത്തിയെങ്കിലും ഹാരി എസ് ട്രൂമാന്റെ നിർദ്ദേശപ്രകാരം അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചു. യുദ്ധത്തിന് പരിസമാപ്തി കുറിച്ചു. നോക്കാം. 1945 ഓഗസ്റ്റ് 6-ന് ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചു. അണുബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് എന്നായിരുന്നു. അത് യുറേനിയം അണുബോംബ്. 1945 ഓഗസ്റ്റ് 9 നാഗാസാക്കിയിൽ അണുബോംബ് വർഷിച്ചു. വിശേഷണം ഫാറ്റ്മാൻ. അത് പ്ലൂട്ടോണിയം ബോംബ്. ഹിരോഷിമ ദിനമെന്ന് കണക്കാക്കുന്നത് ഓഗസ്റ്റ് 6-ഉം നാഗാസാക്കി ദിനമെന്ന് കണക്കാക്കുന്നത് ഓഗസ്റ്റ് 9-ഉമാണ്. സെറ്റ് അല്ലേ? ഹിരോഷിമയിലും നാഗാസാക്കിയിലും ആണവ ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യർ അറിയപ്പെടുന്ന വിശേഷണമാണ് ഹിബാക്കുഷകൾ. 1945 ഓഗസ്റ്റ് 14-ന് ജപ്പാൻ കീഴടങ്ങാൻ സന്നദ്ധത അറിയിച്ചു. ഔദ്യോഗികമായി ജപ്പാൻ കീഴടങ്ങിയതായി കണക്കാക്കുന്നത് 1945 സെപ്റ്റംബർ 2. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതായി കണക്കാക്കുന്നത് ബ്രിട്ടനും ഫ്രാൻസും നമ്മുടെ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതാണ് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. എന്നാ പ്രഖ്യാപിക്കുന്നത്? 1939 സെപ്റ്റംബർ മാസം 3-ാം തീയതി. അന്ന് ആരംഭിച്ച യുദ്ധം 1945 സെപ്റ്റംബർ 2-ന് ഔദ്യോഗികമായി അവസാനിച്ചപ്പോൾ കൃത്യം 6 വർഷക്കാലം നീണ്ടുനിന്ന ലോകമഹായുദ്ധമായിട്ട് മാറി. ലോക ചരിത്രത്തിൽ ആദ്യമായി ആണവ ബോംബ് പ്രയോഗിക്കപ്പെട്ടതും ഈ യുദ്ധ കാലഘട്ടത്തിൽ തന്നെ. യുദ്ധകാലഘട്ടത്തെ ഭരണാധികാരികൾ അമേരിക്കൻ പ്രസിഡന്റ് ആദ്യ കാലഘട്ടത്തിൽ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും യുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഹാരി എസ് ട്രൂമാനും അദ്ദേഹമാണ് ജപ്പാനിൽ അണുബോംബ് വർഷിക്കാൻ നിർദ്ദേശം നൽകിയത്. യുഎസ്എസ്ആറിന്റെ പ്രസിഡന്റ് സ്റ്റാലിനായിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ബ്രിട്ടൻ സാമ്പത്തികമായി തകർന്നപ്പോൾ തുടർന്ന് ക്ലെമന്റ് ആറ്റ്ലി അധികാരത്തിൽ വരുന്നു. രണ്ടാം ലോക മഹായുദ്ധാനന്തരം അമേരിക്കയും യുഎസ്എസ്ആറും അപകോളനീകരണത്തിന് നിർദ്ദേശം നൽകിയപ്പോൾ ആ അപകോളനീകരണം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. അതിന്റെ ഭാഗമായി ബ്രിട്ടീഷ് കോളനികൾക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. അതിന്റെ ഭാഗമായി ഇന്ത്യക്ക്. ജപ്പാന്റെ പ്രധാനമന്ത്രി ടോജോ ആയിരുന്നു. ഓക്കെ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പശ്ചിമ ജർമ്മനിയും പൂർവ്വ ജർമ്മനിയും വേർതിരിച്ചിരുന്ന മതിലാണ് ബെർലിൻ മതിൽ. തീവ്ര വംശീയ പ്രസ്ഥാനം രൂപീകരിക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് ഈ ജർമ്മനി രണ്ടായി വിഭജിച്ചുകൊണ്ട് മതിൽ പണികഴിപ്പിച്ചത്. മതിൽ പണികഴിപ്പിച്ചത് 1961-ലായിരുന്നു. അതിന് കാരണമായ ഉടമ്പടി എന്ന് പറയുന്നത് യാൾട്ട ഉടമ്പടി. ബെർലിൻ മതിൽ പൊളിച്ചു നീക്കിയത് 1989-ലായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ പൈതൃക നഗരമായി കണക്കാക്കുന്നത് അമേരിക്കയിലെ വിൽമിംഗ്ടൺ ആണ്. അമേരിക്കയിലെ വിൽമിംഗ്ടൺ. യുദ്ധവും കലാസൃഷ്ടികളും. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ചാർലി ചാപ്ലിൻ. ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡേവിഡ് ലെയ്ൻ. ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് സ്റ്റീവൻ സ്പിൽബർഗ് ആണ്. ജൂത പീഡനമാണ് അതിൽ പരാമർശിക്കുക. ഗുർണിക്ക എന്ന ചിത്രം വരച്ചത് പിക്കാസോ. സ്പാനിഷ് നഗരമാണ് ഗുർണിക്ക. സ്പെയിനിലെ ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിൽ തകർക്കപ്പെട്ടതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്നതാണ് എന്ത്? സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം അല്ലെ? അതുകൊണ്ട് രണ്ടാം ലോക മഹായുദ്ധം പശ്ചാത്തലമാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും കണക്കാക്കുന്നു. മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്ന നോവൽ രചിച്ചത് ഏണസ്റ്റ് ഹെമിംഗ്വേ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധത്തിലേതുപോലെ തന്നെ യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി. അമേരിക്കയും റഷ്യയുടെയും ഉയർച്ചയുണ്ടായി. രണ്ട് ധ്രുവലോകങ്ങൾ രൂപം കൊണ്ടു. അതിന്റെ ഭാഗമായി അമേരിക്കയുടെയും റഷ്യയുടെയും നേതൃത്വത്തിലുള്ള തങ്ങളാണ് സാമ്രാജ്യത്വത്തിൽ വലുത് എന്ന കിടമത്സരം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി ശീതസമരം ഉണ്ടാവുകയും ചെയ്തു. രാജ്യങ്ങൾ തമ്മിൽ ഉപരോധം ഏർപ്പെടുത്തുന്നു, സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുന്നു. അങ്ങനെ നേരിട്ട് യുദ്ധത്തിലേക്ക് പോയില്ലെങ്കിലും മറ്റൊരു ലോകമഹായുദ്ധം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന കാഴ്ചപ്പാടോടുകൂടി ലോകം ഉറ്റുനോക്കിയിരുന്നു അമേരിക്കയുടെയും റഷ്യയുടെയും. ഒടുവിൽ യുഎസ്എസ്ആറിന്റെ തകർച്ചയോടുകൂടി ശീതസമരം അവസാനിക്കുകയാണ്. ശീതസമരം പ്രത്യേകിച്ച് നമുക്ക് കൃത്യമായി പഠിക്കാനുണ്ട്, നമ്മൾ പഠിക്കും. ഓക്കെ. ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണം നടന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. അപകോളനീകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചു. ഏഷ്യയിലും ആഫ്രിക്കയിലും കോളനികൾ സ്വതന്ത്രമാക്കപ്പെട്ടു. സിയോണിസ്റ്റ് പ്രസ്ഥാനം. ജൂതന്മാർക്ക് ഒരു പ്രത്യേക രാജ്യം സ്ഥാപിക്കുക, ജൂതരാഷ്ട്രം സ്ഥാപിക്കുക, അത് ജൂതന്മാർ മാത്രമുള്ള രാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. 19-ാം നൂറ്റാണ്ടിൽ പ്രചരിക്കപ്പെട്ട ആശയം 20-ാം നൂറ്റാണ്ടിലും അതുണ്ടായിരുന്നു. ആധുനിക സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനെന്ന് കണക്കാക്കുന്നത് തിയോഡർ ഹെർഷൽ എന്ന സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലൂടെയാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന് ലക്ഷ്യമായ ജൂതന്മാർക്ക് വേണ്ടി ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കണം എന്ന് ആദ്യമായി ആവശ്യപ്പെടുക.
ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് 1896-ലായിരുന്നു. പ്രാചീന കാലത്ത് ഇന്നത്തെ പാലസ്തീൻ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്താണ് ഇസ്രയേൽ ഉണ്ടായിരുന്നത്. അവിടെയാണ് യഹൂദന്മാരുണ്ടായിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് അറേബ്യൻ അധിനിവേശത്തിന്റെ ഭാഗമായി ഈ പാലസ്തീൻ ഭൂപ്രദേശത്ത് അഥവാ പ്രാചീന ഇസ്രയേലിൽ ഉണ്ടായിരുന്ന ജനങ്ങള് യഹൂദന്മാർ ആട്ടി ഓടിക്കപ്പെട്ടു. അവിടെ പിന്നീട് ആര് സ്ഥിരതാമസമാക്കി? അറേബ്യൻ വംശജർ അഥവാ പേർഷ്യൻ വംശജർ. ഓക്കെ. തുർക്കി സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന പാലസ്തീൻ ഭൂപ്രദേശം ഒന്നാം ലോക മഹായുദ്ധാനന്തരം ബ്രിട്ടൻ ഏറ്റെടുത്തു. എന്നിട്ട് ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനായ ആർതർ ബാൽഫർ ഇങ്ങനെ പ്രഖ്യാപിച്ചു 1917 പാലസ്തീൻ ഭൂപ്രദേശത്ത് ജൂതരാഷ്ട്രം രൂപീകരിക്കും. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ബ്രിട്ടൻ സാമ്പത്തികമായി തകർന്നതുകൊണ്ട് പിന്നീട് അങ്ങോട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പാലസ്തീനിലെ അറബ് വംശജരെ ന്യൂനപക്ഷമാക്കിക്കൊണ്ട് 1948 അമേരിക്കയുടെ നേതൃത്വത്തിൽ ജൂതരാഷ്ട്രമായി ഇസ്രയേൽ സ്ഥാപിക്കപ്പെട്ടു. നിലവിൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ളത് അമേരിക്കയിലാണ്. ജൂതമതം ഔദ്യോഗിക മതമായി സ്വീകരിച്ചിരിക്കുന്ന ലോകത്തെ ഒരേ ഒരു രാഷ്ട്രം ഇസ്രയേലും. പാലസ്തീൻ വിമോചന സംഘടന. പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് യാസർ അറാഫത്താണ്. രൂപീകരിച്ചത് 1964 മെയ് മാസം 28. ലക്ഷ്യം ഇസ്രായേലിന്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളായി മാറിയ പാലസ്തീൻകാർക്ക് സ്വന്തമായി ഒരു രാജ്യം സൃഷ്ടിക്കുക. 1991 മാഡ്രിസ് ഉച്ചകോടിയിൽ അതുവരെ പരസ്പരം സംഘടനത്തിലായിരുന്ന പാലസ്തീൻ വിമോചന സംഘടനയും ഇസ്രയേലുമായി സമാധാന ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. 2 വർഷത്തിന് ശേഷം 1993 നോർവേയിലെ ഓസ്ലോയിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ച് പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഇസ്രയേൽ അംഗീകരിച്ചു. എങ്കിലും നിലവിൽ ഇപ്പോഴും ഒരു സ്വതന്ത്ര രാജ്യമല്ല പാലസ്തീൻ. ഇസ്രയേലും പാലസ്തീനും പരസ്പരം പോരാടിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയാറുണ്ട്, പശ്ചിമ ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗം ഇന്നും പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. തീവ്ര വംശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇസ്രയേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങളാണ്, സംഘടനകളാണ്. ഇസ്രയേൽ എന്ത് കാര്യമാണോ തീരുമാനിക്കുന്നത് അതിന്റെ ഒപ്പം എപ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള അമേരിക്ക നിലകൊള്ളുന്നു. അതും സംഘർഷത്തിന് ഇവ വരുത്താത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചിന്താഗതികളാണ്. ഇപ്പോഴും സംഘർഷം തുടർന്നുകൊണ്ട് പോകുന്നു. എപ്പോഴെങ്കിലും സമാധാനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെ? അപ്പൊ നമ്മള് ലോകത്തിലെ പ്രധാന വിപ്ലവങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും നാസിസവും ഫാസിസവും പഠിച്ചു. ഇന്ന് നമുക്ക് സമാധാന സംഘടനകളാണ് പഠിക്കേണ്ടത്. ഒന്നാം ലോക മഹായുദ്ധാനന്തരം രൂപം കൊണ്ട സമാധാന സംഘടനയാണ് ലീഗ് ഓഫ് നാഷൻസ് അഥവാ സർവ്വരാജ്യ സഖ്യം. രണ്ടാം ലോക മഹായുദ്ധാനന്തരം രൂപം കൊണ്ട സമാധാന സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ. അതിൽ വളരെ കുറച്ച് കാര്യങ്ങളെ ലീഗ് ഓഫ് നാഷൻസിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. ഒറ്റ ക്ലാസ് കൊണ്ട് പഠിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രത്യേക ഏജൻസികൾ 15 ഉണ്ട്. പ്രത്യേക ഏജൻസികൾ 15 കൂടാതെ മറ്റ് ഏജൻസികളുണ്ട്, സ്വതന്ത്രമായി നിലകൊള്ളുന്ന ഏജൻസികളുണ്ട്. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകൾ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ശീതസമരം കൂടെ പഠിച്ചുറപ്പിക്കും. അതോടുകൂടി നമ്മുടെ വേൾഡ് ഹിസ്റ്ററി എന്ന സിലബസ് നമ്മൾ സമ്പൂർണ്ണമായി പഠിക്കും. അപ്പോൾ ഇതുവരെ ഉള്ള ടോപ്പിക്ക് കൃത്യമായി പഠിക്കുക, കൃത്യമായി റിവിഷൻ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ലീഗ് ഓഫ് നാഷൻസുമായി നമുക്ക് എത്തിച്ചേരാം. ബൈ.